നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അറിയാം, വിഷോളിൽ ചെന്നല്ലേ. അപ്പം എസ്.ഐ. റൂബിയോ? അതും വിഷമുള്ളിച്ചെന്ന. അപ്പോൾ രണ്ടാളും മരിച്ചത് വിഷം ഉള്ളിച്ചെന്നാണെന്ന് നിങ്ങൾക്കറിയാം. ആ രണ്ട് വിഷവും ഒരേ ടൈപ്പ് വിഷമായിരുന്നെന്ന് നിങ്ങൾക്കറിയോ? ഇല്ല സാർ. എന്നാലേ അതാണ് സത്യം. അതെങ്ങനെ സംഭവിച്ചു? യാദൃച്ഛമായി സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാനേ എനിക്ക് കഴിയുന്നില്ല. രണ്ടിലും ഒരേ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാ ചെയ്തത് ഒരേ ആളാണെന്നർത്ഥം. ഇതൊക്കെ എന്തിനാ സാർ ഞങ്ങളോട് പറയുന്നത്? ചുമ്മാ ഒരു രസത്തിന്. എവിടുന്നാണ് എപ്പോഴാണ് ഒരു തുടക്കം കിട്ടുന്നു പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ സാറിന് ഇപ്പോഴും ഞങ്ങളെ സംശയമുണ്ടല്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് തീരുന്നത് വരെ എല്ലാരെയും സംശയിച്ചുകൊണ്ടിരിക്കും. നടന്നിരിക്കുന്നതേ മർഡറുകളാ, അതും കാക്കിയിട്ടവർ. അതിന്റെ ഗൗരവം അറിയാലോ അല്ലേ? സാറേ, ഞങ്ങളുടെ മുൻപിൽ കളയുന്ന ഈ സമയം കേസ് അന്വേഷണത്തിന് വേണ്ടി ഉപയോഗിച്ചാല് അതുകൊണ്ട് പ്രയോജനമെങ്കിലും ഉണ്ടാവും. സാർ എത്ര അന്വേഷിച്ചാലും ഞങ്ങളെ കുറ്റക്കാരാക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളല്ല അത് ചെയ്തത്. സാറ് ഡിവൈഎസ്പി നടേശൻ സാറിന്റെ കേസ് ഡയറി ഒന്ന് പരിശോധിച്ചു നോക്ക്. അപ്പൊ കിട്ടും ഒരു തുടക്കം. അതൊക്കെ പരിശോധിച്ചു. അതിലെ ഇയാളുടെ പേരാ കാണുന്നത്. പിന്നെ നിന്റെ. ഞങ്ങൾ മാത്രമല്ലല്ലോ മരിച്ച ദിവസം നടേശൻ സാറിനെ ആശുപത്രിയിൽ സന്ദർശിച്ചത്. ഞങ്ങളെ സംശയിക്കുന്ന പോലെ എന്തുകൊണ്ട് മറ്റ് സന്ദർശകരെ സംശയിക്കുന്നില്ല? റൂബി അങ്ങനെ ചെയ്യില്ല. കാരണം റൂബിക്ക് മുൻവിധികൾ ഉണ്ടായിരുന്നു. പക്ഷെ സാർ അങ്ങനെ അല്ലല്ലോ. സാറിന് ആരെയും ബോധ്യപ്പെടുത്തണ്ടല്ലോ. അതുകൊണ്ട് സത്യസന്ധമായിട്ടൊന്ന് അന്വേഷിച്ചു നോക്ക്, എല്ലാം തെളിഞ്ഞു വരും. അതെ സാറേ, അത് തന്നെ വേണ്ടത്. ശരി, എപ്പോൾ വിളിച്ചാലും രണ്ടാളും സ്റ്റേഷനിലേക്ക് വന്നേക്കണം. വരാൻ സാറേ. കളി കാര്യമല്ല മോളെ. ആയിക്കോട്ടെ, കൊലയാളി മറിഞ്ഞിരുന്ന് ചിരിക്കുമല്ലേ? ആ ശരി മായാൻ, ഇതുപോലുള്ള അന്വേഷണങ്ങൾ നല്ലതാ. അച്ഛൻ ആവശ്യമില്ലാതെ പേടിക്കൊന്നും വേണ്ട. നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മളെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛൻ വാ. തൃപ്തിയായല്ലോ അല്ലേ? ഈ വീട്ടിൽ വീണ്ടും പോലീസ് വന്നപ്പോ തൃപ്തിയായില്ലേ? ഞങ്ങള് കാരണം പോലീസ് വന്നെന്നാണോ നീ വിചാരിക്കുന്നത്? എന്താ മനോഹര, അങ്ങനെ അല്ലേ? റൂബിയുടെ കൊലപാതകം അന്വേഷിച്ചല്ലേ പോലീസ് വന്നത്? നിങ്ങളെ സംശയമുള്ളത് കൊണ്ടല്ലേ നിങ്ങളെ മാത്രം വിളിച്ച് പോലീസ് സംസാരിച്ചത്? എന്റെ മനോഹര, ഇനിയെങ്കിലും സത്യം പറ, നിങ്ങളാണോ അത് ചെയ്തത്? മുത്തശ്ശിക്ക് വേണമെങ്കിൽ ഞങ്ങളെ വിശ്വസിക്കാം. വിശ്വസിച്ചാ പിന്നെ ഞങ്ങൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അങ്ങനെ ചെയ്താ ഞങ്ങള് പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഇതിലേത് വേണമെന്ന് മുത്തശ്ശിയെ തീരുമാനിക്കേണ്ടത്. മിണ്ടാതിരിടി. നീ ഒറ്റ ഒരുത്തിയാ മനോഹരേട്ടനെ ഈ നിലയിലാക്കിയത്. അതിന് ഞാനെന്ത് ചെയ്തു? ചില കളകൾ പറിച്ചു കളയാൻ തീരുമാനിച്ചു. അതൊരു തെറ്റാണോ അമ്മേ? മോളെ, ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഇവർക്ക് ഒരു ചുക്ക് മനസ്സിലാവത്തില്ല. എന്നിട്ട് എന്ത് പറഞ്ഞു പോലീസ്? അറിയാൻ നല്ല ആകാംക്ഷയുണ്ടല്ലോ. അത് പിന്നെ നിങ്ങളെ വന്ന് ചോദ്യം ചെയ്ത
അതെന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറ്റം അവരല്ല ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അവരല്ലെങ്കിൽ പിന്നെ ആരാ? ആരാണോ എന്റെ അച്ഛനെ കൊന്നത്, ആരാണോ സുധിയേട്ടന്റെ മരണത്തിന് കാരണമായത്, ആരാണോ ഡിവൈഎസ്പി നടേശനെ കൊന്നത്, ആ ആള് തന്നെയാ റൂബിയെയും കൊന്നത്. അതാരാ അങ്ങനെ ഒരാള്? അതൊക്കെ ഉണ്ട്. വൈകാതെ എല്ലാം എല്ലാവർക്കും മനസ്സിലാവും. പോലീസിന്റെ അന്വേഷണം ഒന്ന് കഴിഞ്ഞോട്ടെ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞതാണ് അന്വേഷണത്തിന്റെ റൂട്ടെങ്കിൽ അവര് തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് റൂബിയുടെ മരണം മാത്രമാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ നാട്ടിൽ നടന്ന മരണങ്ങൾ മുഴുവൻ അന്വേഷിക്കുന്ന നിന്നാലേ എവിടെ എത്തില്ല. അത് പോലീസ് തീരുമാനിച്ചോളൂ. നീ എന്തിനാ മോനെ വെറുതെ തലപോയ്ക്കുന്നെ? ഇന്നല്ലെങ്കിൽ നാളെ യഥാർത്ഥ പ്രതി പിടിക്കപ്പെടും. അതുവരെ ഉള്ളൂ എല്ലാവരുടെയും സന്തോഷം. അല്ല, മുള്ളു വെച്ചാണല്ലോ പാർവതി അവൾ സംസാരിച്ചത്. അവൾ എപ്പോഴും അങ്ങനെയല്ലേ അമ്മേ സംസാരിക്കാറ്? 4 മരണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അതെല്ലാം തമ്മിൽ ബന്ധമുണ്ടെന്നാണോ അതിനർത്ഥം? ഒരു ബന്ധമില്ല മുത്തശ്ശി. ഇത് വെറുതെ മനുഷ്യനെ പറ്റിക്കുന്ന. റൂബിയുടെ മരണവും സുധി സാറിന്റെ മരണവും തമ്മിൽ എന്ത് ബന്ധം ഉണ്ടാവാനാ? അതെ അതെ അവര് രണ്ടും രണ്ടല്ലേ? അതെ അതെ. പിന്നെന്താ അവൾ അങ്ങനെ പറഞ്ഞത്? അവൾക്ക് ഭ്രാന്താ മുത്തശ്ശി. ബാധ കയറിയിരിക്കുന്നല്ലേ. ഇതല്ല ഇതിനപ്പുറം അവര് പറയും. ശരിയായിരിക്കും. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ശ്രുതിമോള്, അവളെ എനിക്ക് നഷ്ടപ്പെടുന്നു. ഏയ്, അതൊരിക്കലും സംഭവിക്കില്ലല്ലോ. നമ്മളെ വിട്ട് അവൾ എവിടെ പോകാനാ? വിശാല്, എനിക്കങ്ങനെ ചില പേടികളുണ്ട്. വിശാൽ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കില്ല. എനിക്കതിൽ 100% വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. നിങ്ങളും വിശാലും തമ്മിൽ അടുത്തതിന് ശേഷം, ആ കൂട്ടുകെട്ടിലേക്ക് ശ്രുതിമോളും കൂടെ ചേർന്നതിന് ശേഷം എന്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥ. എന്തോ